രാജ്യം തന്നെ നടുങ്ങിപ്പോയൊരു ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത്. ഇനിയും 100-ലധികം ആളുകളെ കണ്ടെത്താനുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം വാർത്തകളിലും ചർച്ചകളിലും ഇടം പിടിക്കുന്ന ആ വ്യക്തിയെ വയനാട് ദുരന്തം സംഭവിച്ചപ്പോഴും എല്ലാവരും ഓർത്തു. പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലിനെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഗാഡ്ഗിൽ റിപ്പോർട്ടും ഇപ്പോൾ ജനശ്രദ്ധയും മാധ്യമ ശ്രദ്ധയും പിടിച്ചുപറ്റുന്നു. വയനാട്ടിൽ ദുരന്തം സംഭവിച്ചപ്പോൾ സർക്കാർ കൂട്ടുനിൽക്കുന്നത് പരിസ്ഥിതിയെ അവഗണിച്ചുകൊണ്ടുള്ള നിർമ്മാണത്തിനാണെന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞിരുന്നു. ക്വാറികൾ പ്രവർത്തിക്കുന്നതും നിർത്താതെയുള്ള പാറ പൊട്ടിക്കലും വയനാട് ദുരന്തത്തിന് കാരണമാണ്. പാറ പൊട്ടിക്കുമ്പോൾ മണ്ണിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാവുന്നു. ഇത് മണ്ണിൽ ആഘാതമേൽപ്പിക്കുന്നു. അനധികൃതമായുള്ള റിസോർട്ടുകളുടെയും മറ്റ് നിർമ്മാണങ്ങളും നിയന്ത്രണാതീതമായിരുന്നു. പരിസ്ഥിതിലോല പ്രദേശങ്ങളിൽ ഇപ്പോഴും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നിങ്ങനെ വയനാട് സംഭവിച്ചതിന്റെ കാരണങ്ങൾ ഒന്നൊന്നായി ഗാഡ്ഗിൽ പറഞ്ഞു. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയാകുന്നതിൽ ഇപ്പോൾ സന്തോഷമുണ്ടെന്ന് ഗാഡ്ഗിൽ പറഞ്ഞിരുന്നു. 2019 ഇനിയൊരു ദുരന്തമുണ്ടായാൽ ചൂരൽമല ടൗൺ അവശേഷിക്കില്ലെന്ന മുന്നറിയിപ്പ് ഗാഡ്ഗിൽ നൽകിയത്. 5 വർഷം മുൻപ് 2019 ഓഗസ്റ്റ് 8 പുത്തുമലയിൽ ഉരുൾപൊട്ടിയ അവസരത്തിൽ അദ്ദേഹം വയനാട്ടിലെത്തിയിരുന്നു. പശ്ചിമഘട്ടമാകെ തകർത്തെറിയപ്പെട്ടിരിക്കുന്നുവെന്നും ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണെന്നും അതിന് ഒരുപാട് കാലമൊന്നും വേണ്ട, 4-5 വർഷം മതിയാകുമെന്നും ഗാഡ്ഗിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പശ്ചിമഘട്ട മലനിരകളെ കുറിച്ച് പഠിച്ച സർക്കാർ സമിതിയുടെ അധ്യക്ഷനായിരുന്നു മാധവ് ഗാഡ്ഗിൽ. മുൻപ് അദ്ദേഹം പറഞ്ഞിരുന്ന വാക്കുകൾ ശരിയാണെന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടു. ചില ദുരന്തങ്ങളാണ് പലരെയും പലതും ഓർമ്മപ്പെടുത്തുന്നത്, മുൻകരുതലുകൾ എടുക്കാൻ സജ്ജമാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം മണ്ണിടിച്ചിൽ ഉൾപ്പെടെ ദുരന്തങ്ങൾ പതിവായതോടെ പശ്ചിമഘട്ട മേഖലയിലെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള കർമ്മ പദ്ധതി കർണാടക തുടങ്ങിയത്. 3 ഏക്കറിലധികം വനഭൂമി കയ്യേറി നിർമ്മിച്ച റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ, മറ്റു നിർമ്മാണങ്ങൾ എന്നിവയ്ക്കെതിരെ വനം വകുപ്പ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററുടെ നേതൃത്വത്തിലുള്ള ദൗത്യസേനയാണ് നടപടി തുടങ്ങിയത്. 2015 ശേഷമുള്ള കയ്യേറ്റങ്ങളാണ് നിലവിൽ പരിശോധിക്കുന്നത്. കുന്നിടിച്ച് ദേശീയ ഹൈവേ നിർമ്മിക്കുന്ന കരാറുകാർക്കും എഞ്ചിനീയർമാർക്കും എതിരെയും നടപടി ഉണ്ടാകുന്നതാണ്. കുടകിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള 104 പ്രദേശങ്ങൾ കണ്ടെത്തിയ സംഘം 2995 കുടുംബങ്ങൾക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നോട്ടീസ് നൽകി. ഇവർക്കായി 14 ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട്. 200 കുടുംബങ്ങൾ നിലവിൽ മാറിയിട്ടുമുണ്ട്. ജിയോളജിക്കൽ സർവേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അപകട മേഖലകൾ കണ്ടെത്തിയത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് കർണാടക സർക്കാർ കർമ്മ പദ്ധതിയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. പശ്ചിമഘട്ടത്തിലൊക്കെ തന്നെയും അനധികൃതമായും അനിയന്ത്രിതമായും പാറ പൊട്ടിക്കൽ നടക്കുന്നത് കൊണ്ട് തന്നെ നാളെ വയനാടിന് സംഭവിച്ചത് തങ്ങൾക്കും സംഭവിക്കുമോ എന്ന ഭയം കർണാടകയ്ക്കുണ്ട്. അതുകൊണ്ടാണ് വൈകാതെ നടപടി സ്വീകരിക്കാൻ കർണാടക തയ്യാറായത്. എന്നാൽ ദുരന്തം സംഭവിച്ചത് കേരളത്തിലെന്നിരിക്കെ കേരളം എന്ത് നടപടി സ്വീകരിക്കും എന്നത് പ്രസക്തമായൊരു ചോദ്യമാണ്. ഇപ്പോൾ തന്നെ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ പോലും സർക്കാരിന് മുന്നിലെ കടമ്പകൾ ഏറെയാണ്. പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിച്ച വില്ലേജുകളും ജനസാന്ദ്രതയേറിയ നഗരങ്ങളും വന്യമൃഗശല്യവും വെല്ലുവിളികൾ ഉണ്ടാക്കുന്നു. ഉരുൾപൊട്ടലിനെ അതിജീവിച്ച വീട്ടുകാരെ മാറ്റി താമസിപ്പിക്കേണ്ടി വരുമെന്നത് കൂടുതൽ വെല്ലുവിളിയാവുന്നതാണ്. മുണ്ടക്കൈയും പുഞ്ചിരിമട്ടവുമൊന്നും ഇനിയില്ല. ചൂരൽമല പകുതിയോളം ഒലിച്ചുപോയി. 2 ഗ്രാമങ്ങളെ പൂർണ്ണ അർത്ഥത്തിൽ പുനരധിവസിപ്പിക്കാൻ സർക്കാർ നേരിടേണ്ടി വരുന്നത് ചെറിയ വെല്ലുവിളികളല്ല. മുഖ്യമന്ത്രി റീബിൽഡ് വയനാട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് എങ്ങനെ സാധ്യമാവുമെന്നത് കാണേണ്ടിയിരിക്കുന്നു. ആരെയും ജില്ലയ്ക്ക് പുറത്തേക്ക് പറിച്ചു നടില്ലെന്ന് സർക്കാർ ഉറപ്പ് നൽകുന്നുമുണ്ട്. എന്നാൽ ജില്ലയ്ക്കുള്ളിലാണെങ്കിലും പുനരധിവാസത്തിനുള്ള കടമ്പകൾ ഏറെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയൊരു ദുരന്തം വരാതിരിക്കാൻ എന്ത് നടപടി കേരളം കൈക്കൊള്ളുമെന്നത് ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്നു.